കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ യുവാവ് സഹായം തേടുന്നു. നെന്മാറ NSS കോളേജിന് സമീപത്തെ അരിയക്കോട് കനകത്തുപറമ്പ് വീട്ടിൽ കൃഷ്ണന്റെയും മാധവിയുടെയും മകൻ 32-കാരൻ വിപിൻദാസാണ് സുമനസ്സുകളുടെ സഹായം കാത്തുകഴിയുന്നത്. കഴിഞ്ഞ 3 വർഷമായി കോയമ്പത്തൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വിപിൻദാസ്. ഡെപ്യൂട്ടേഷനിൽ ചെന്നൈയിൽ ചെന്നതോടെയാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. മഞ്ഞപ്പിത്തമായിരുന്നു തുടക്കം. കാലിൽ നീരും രൂപപ്പെട്ടു. അങ്ങനെയാണ് ചികിത്സ തേടി നാട്ടിലെത്തിയത്. ഏറെനാൾ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ. കുറെ നാൾ അബോധാവസ്ഥയിലുമായി. 3 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവഴിച്ചു. പിന്നീട് കോട്ടയം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും എത്തി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 50 ലക്ഷത്തിലധികം രൂപ ആവശ്യമായി വരുമെന്ന ഡോക്ടർമാർ അറിയിക്കുന്നതോടൊപ്പം കരളിന്റെ ലഭ്യത അത്ര എളുപ്പമല്ലെന്നുകൂടി ധരിപ്പിച്ചു. രോഗവിവരം അറിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. 12 വർഷം മുമ്പേ കരൾ രോഗം ബാധിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. നിറയെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഏട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഇവരിനൊക്കെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല. എനിക്കൊന്നും ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ മരുന്ന് കഴിച്ചപ്പോഴാണ് പിന്നെ ഒരുമാതിരി ഛർദി വന്ന് പിന്നെയാണ് എനിക്ക് ചെറുതായിട്ട് ഓർമ്മ വരാൻ തുടങ്ങിയത്. അപ്പോഴും ചെറിയ ചെറിയ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഏട്ടൻ അവിടെ വർക്ക് ചെയ്യണതുകൊണ്ട് ഏട്ടൻ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഏട്ടനെ അടക്കം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കൂടി ആയപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് IC തന്നെയായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. IC കിടന്ന് ഭക്ഷണമൊക്കെ തരുന്നതൊക്കെ മൂക്കിക്കൂടെ ട്യൂബിലിട്ടിട്ടായിരുന്നു എനിക്ക് ഭക്ഷണമൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഭക്ഷണം മരുന്നൊക്കെ അതിൽ കൂടെയായിരുന്നു ഇതാക്കിക്കൊണ്ടിരുന്നത്. പോണ്ടിച്ചേരിയിൽ ചെന്നാൽ ജിമ്മർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുമെന്നറിഞ്ഞതോടെ അവിടേക്ക് ചെന്നു. കരൾ ലഭിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സൗജന്യമായി ചെയ്തു കൊടുക്കും. 6 മാസത്തോളം പോണ്ടിച്ചേരിയിലെ ആശുപത്രിയിൽ കഴിയണം. ഇതിനൊന്നും പണം നൽകേണ്ടതില്ല. കരൾ അച്ഛൻ കൃഷ്ണൻ നൽകും. പരിശോധനകൾക്കായി 10 ലക്ഷം രൂപയോളം കരുതണം. ഇതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണിപ്പോൾ കുടുംബം. ഞങ്ങൾക്ക് യാതൊരു വഴിയില്ല. ഞാൻ കൂലിപ്പണിക്കാരനാണ്. അമ്മ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വഴിയുണ്ട് പറഞ്ഞു. ഞങ്ങൾ 3 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണം. ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണം. മക്കൾക്കൊന്നും അത്ര ഇഷ്ടമില്ല. പക്ഷെ ഞാൻ 3 ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നെ എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ ദുബായിലായിരുന്നു. അപ്പം പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ കുറേ പലിശയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് എന്നെ നോക്കി. എന്നിട്ട് ഇവിടെ നിന്ന് പോയി ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞു. 10 വർഷമായിട്ടുള്ളൂ. ഞാൻ 1 വർഷമായി അച്ഛൻ്റെ കൂടെ പണിക്ക് പോകും. നിവൃത്തിയില്ലാത്ത കാരണം പോയി. ഇപ്പോൾ ഈ 2 മാസത്തിൻ്റെ ഇടയ്ക്കിൽ ഇപ്പോൾ പിന്നെ ഇത്ര ലക്ഷമായി. ഇതെല്ലാവർക്കും അറിയാം. അവനടക്കം അറിയാം. എല്ലാവർക്കും അറിയാം. 3-3.5 ലക്ഷം ഉറുപ്പിക ഇപ്പോൾ ഇവിടെയായി. അപ്പം ഞങ്ങൾക്ക് എവിടെയും ഒരു നിധിയില്ല. ഇപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലവും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കൊടുത്തു. അത് ബാങ്കിൽ പണിയുണ്ട്. 3 ലക്ഷം ഉറുപ്പിക ബാങ്കിലേക്ക് പണിയുണ്ട്. 3 ലക്ഷം ഉറുപ്പിക പിന്നെ ബാങ്കിൽ കെട്ടാനുണ്ട്. ആരും സ്വമനസാൽ എല്ലാവരും കൂടി ഞങ്ങളെ സഹായിക്കണം. അത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് സുമനസ്സുകൾ സഹായിച്ചെങ്കിൽ മാത്രമേ വിപിൻദാസിന്റെ ശസ്ത്രക്രിയ സാധ്യമാവുകയുള്ളൂ. സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത്. നമുക്ക് ഈ കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും കുട്ടി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ആയിരിക്കും. കാരണം കുട്ടിയുടെ ഓർമ്മ പോയ ഒരവസ്ഥ. അച്ഛൻ ആരാണെന്നോ എവിടെയാണ് ഇരിക്കുന്നു എന്നുള്ളതോ ഏത് ബാത്റൂമിലാണ് പോകുന്നുള്ള കാര്യം ഒരു നിശ്ചിത ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഏത് സമയത്ത് വേണമെങ്കിലും ആ കുട്ടിയുടെ ഓർമ്മയും പോകാമെന്നുള്ള അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈകാതെ തന്നെ ഈ
നല്ല മനസ്സുള്ള ആൾക്കാരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് പരമാവധി സഹായങ്ങൾ സന്മനസ്സുള്ളവർ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ട് കഴിയുന്ന കുടുംബവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആരെങ്കിലും പരമാവധി എല്ലാവരും സഹായിച്ച് അവരെ ഇത് മാറ്റിവെക്കാനുള്ള സഹായം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്യാമറമാൻ അക്ഷയ് ഹരിഹരനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി, UTV ന്യൂസ്, പാലക്കാട്.